എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. വളരെ ഗഹനമായ പോയിന്റുകൾ, വിഷയങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ, വാർത്താ വിശകലനങ്ങൾ നമ്മൾ രാവിലെ യൂട്യൂബിൽ 10-11 പോസ്റ്റിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. അഗാധമായിട്ട് വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ മിനിമം 1 മണിക്കൂർ ക്ലാസ്സെങ്കിലും വേണം. ആ 1 മണിക്കൂർ ക്ലാസ് ഏത് വിഷയത്തെക്കുറിച്ച് എടുക്കുമ്പോഴും കുത്തിയിരുന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കണ്ട് കേൾക്കുന്നത് പോലെ ഒരു വികാരമുണ്ടാക്കാൻ, അതൊരു ഗഹനമായിട്ടുള്ള സമകാലീന പ്രസക്തമായിട്ടുള്ള ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ, വളരെ സാധാരണക്കാർ മുതൽക്ക് ഏറ്റവും ഉയർന്ന ലെവലിൽ ഇരിക്കുന്നവർക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിവരിക്കുമ്പോൾ അത് പഠനമാകുന്നു. അത് പഠനമായിത്തീരും. വെറുതെ പഠിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാം. 2 ദിവസം മുമ്പ്, കൃത്യം 2 ദിവസം മുമ്പ് ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന കുറച്ചു പേര് തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രഭാഷണം കേൾക്കാൻ വന്നവർ പറഞ്ഞത്, ഏത് ചോദ്യം ഞങ്ങളോട് ആര് ചോദിച്ചാലും കഴിയുന്നത്രയും ഞങ്ങളതിൻ്റെ ഉത്തരം 1, 2, 3, 4 വരിയിൽ കണ്ടെത്തിയിട്ട് ആ ഉത്തരം ചോദിച്ചവൻ അടുത്തില്ലെങ്കിലും അയാളെ ഫോൺ വിളിച്ചറിയിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളോട് പലരും പലതും ചോദിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, പുച്ഛിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അവഹേളിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, എതിർക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, നിഷേധിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അവഹേളിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. ഇന്ന് മാതാ മൃദാനന്ദമയിയുടെ അക്കാഡമിക് സെന്റർ വള്ളിക്കാവിൽ നിന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഫിസിക്സ് പ്രൊഫസർ വന്നിരുന്നു. സാധാരണക്കാരൻ്റെ വേഷം, സാധാരണക്കാരൻ്റെ ഭാഷ, കുറേ പുസ്തകങ്ങളും ഉദയഭാരതം കലണ്ടർ, 8-10 കലണ്ടറും കൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വിദ്യാർത്ഥികളോട് ചുറ്റുപാടും നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതങ്ങനെയൊക്കെ നടക്കും ഞങ്ങൾ വിചാരിച്ചാൽ പ്രത്യേകിച്ചൊരു സൊല്യൂഷനൊന്നും കണ്ടെത്താനില്ല, ഞങ്ങളത് ബോധേഡല്ല. പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ള കാര്യങ്ങൾ ബോധേഡല്ല എന്ന് പറയുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിക്കുക, അതിനനുസരിച്ചിട്ട് എക്സാമിനേഷന് നല്ല മാർക്കോടുകൂടി പുറത്തേക്ക് വരിക, ക്യാമ്പസ് ഇൻ്റർവ്യൂ, പുറത്തുള്ള ഇൻ്റർവ്യൂ ഒക്കെ നല്ലൊരു ജോലി. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് പഠിക്കൽ മാത്രമല്ല, പഠിക്കാൻ വേണ്ടി ജീവിക്കൽ, ജീവിക്കാൻ വേണ്ടി പഠിക്കൽ, ഇത് രണ്ടും കൂടി ചേരുന്നതാകണം ജീവിതം. ലേണിംഗ് ഫോർ ലിവിങ്, ലിവിങ് ഫോർ ലേണിംഗ്, അത് രണ്ടും അന്വർത്ഥമായിട്ടുള്ള ഒരു സമഞ്ജസമായിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെ സമകാലീന പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പ്രതികരിക്കാൻ ചെറുപ്പം മുതൽക്കേ പഠിക്കണം. അത് കൺസ്ട്രക്റ്റീവായിട്ട് പ്രതികരിക്കാൻ എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് അന്വേഷിക്കണം. വെള്ളത്തിൽ ഇറങ്ങാതെ നീന്താൻ പഠിക്കില്ല, കാറിൽ കയറാതെ ഡ്രൈവിംഗ് പഠിക്കാൻ സാധ്യമല്ല. പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. ഇപ്പം നടക്കണം, വീഴണം, നടക്കാൻ പഠിക്കണമെങ്കിൽ കരയണം, ചിരിക്കാൻ ആയിട്ട് തയ്യാറാകണമെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം ജീവിതത്തിൽ നിന്ന് മാറി ചെറുപ്പത്തിലായാലും മധ്യവയസ്കനായാലും വാർദ്ധക്യത്തിലായാലും നിൽക്കുമ്പോൾ നമ്മളുടെ ജന്മം കൊണ്ട് നമുക്ക് മാത്രം പ്രയോജനമുള്ളൊരവസ്ഥ ഉണ്ടാവുക. നമ്മളുടെ ജന്മം കൊണ്ട് നമുക്ക് മാത്രം ഒരു പ്രയോജനം ഉണ്ടായ അവസ്ഥ പോരല്ലോ. ഈ ലോകത്തിലെ ഏത് ജീവിയെ എടുത്ത് നോക്കുക, ഏത് ചെടിയെ എടുത്ത് നോക്കുക,
അത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്നുണ്ട്. തൃണവൽ ഗണിക്കുക എന്ന ഒരു വരിയെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി ഒരിക്കൽ പറഞ്ഞു, തന്നെ എനിക്ക് പുല്ല് വിലയാണെന്ന്. പക്ഷെ ആ പുല്ല് എന്തൊക്കെ കാര്യങ്ങളാ തരുന്നത് നമുക്ക്? പുല്ലുകളുടെ രണ്ട് രാജാക്കന്മാരാണ് നെല്ലും ഗോതമ്പും. അത് രണ്ടും പുല്ല് തന്നെയാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ 750 കോടി ജനതയുടെ അവസ്ഥ എന്താ? ഇപ്പൊ പുല്ലുവില എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള വിലയൊന്നുമല്ല. ഏത് ചെടി എടുത്തു നോക്കുക, വെറും ആഫ്രിക്കൻ പായല് പോലും ടൺ കണക്കിന് ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം നമുക്ക് മാത്രം ആയിട്ട് ജീവിച്ച് തീർത്താ പോരാ. ഇതൊരു ഫിലോസഫി ഒന്നുമല്ല, സിമ്പിൾ തിങ് ആണ്. നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിനൊക്കെ വേണ്ടി ജീവിക്കാൻ തയ്യാറാകണമെങ്കിൽ പ്രതികരിക്കാനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിക്കണം. പ്രതികരിക്കാൻ എങ്ങനെയാ പഠിക്കുക? എടുത്ത് ചാടി റിയാക്ട് ചെയ്യലല്ല. ആദ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന ലെവലിൽ വേണം. എന്താണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, ഞാൻ ആരാണ്, ആരോടാണ് പറയേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ലോകത്തില് എന്നെ ഞാനാക്കേണ്ടത് ഞാനാണ്. ഐ എന്ന ഒരക്ഷരം നമ്മൾ എവിടെ എഴുതുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. വി റൈറ്റ് ക്യാപിറ്റൽ ഐ ഫോർ മീ, ഫോർ ഓൾ അതർ തിങ്. മറ്റെല്ലാത്തിനും സ്മോൾ ലെറ്ററാണ്. വി എന്നും യു എന്നും ദേ എന്നും ഹി എന്നും ഷീ എന്നും ഗ്രൂപ്പ് എന്നും ഫാമിലി എന്നൊക്കെ എഴുതുമ്പോൾ സെന്റൻസിൽ ഫസ്റ്റ് വേർഡ് അല്ലാതെ വരുന്ന സ്ഥലത്തൊക്കെ സ്മോൾ ലെറ്ററാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് എഴുതുക. ഐ എന്നുള്ളത് എവിടെ എഴുതുമ്പോഴും അത് ക്യാപിറ്റൽ ലെറ്ററാണ്. കാരണം ഐ ആം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ മീ. എന്നെയാണ് ഞാൻ മാനേജ് ചെയ്യുക. എന്നെ മാനേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ മാനേജ് ചെയ്യുന്നു, എൻ്റെ മനസ്സിനെ ഞാൻ മാനേജ് ചെയ്യുന്നു. എൻ്റെ മനസ്സാണ് ശരീരത്തെ മാനേജ് ചെയ്യുന്നത്, ശരീരമാണ് മനസ്സിനെ മാനേജ് ചെയ്യുന്നത്. ഈ പരസ്പരം ഭാവയന്ത, മനസ്സും ശരീരവും കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ആധാര ആധേയ ഭാവേന. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാണ്. എന്തിനെ? ആധാരം ബോഡിയാണ്, ആധേയം മനസ്സാണ്. മൈൻഡ് ഈസ് ദ വൺ വിച്ച് ഈസ് ഗെറ്റിംഗ് ദ സപ്പോർട്ട്, ബോഡി ഈസ് ദ വൺ വിച്ച് ഈസ് സപ്പോർട്ടിംഗ് ദ മൈൻഡ്. അത് പരസ്പരം അങ്ങ് കോംപ്ലിമെന്ററി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്നും ജീവിതത്തിൽ നമ്മളെയാണ് ഉയർത്തേണ്ടത്. നമ്മളൊരു ഒരു ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പ്രഭാഷണം നടത്തുന്ന മുറിയിൽ മഞ്ഞ കളറായിരിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. വെറുതെ ഞാനൊരു ഇമാജിനറി കാര്യം പറയാം. സംഘാടകർ വിചാരിച്ചു ഇന്ന ആളുടെ ഒരു പ്രഭാഷണം വേണം, ഇങ്ങനെയാ മഞ്ഞ കളറ്. സൈഡിൽ വേണമെങ്കിൽ കർട്ടൻ ഇടാം, മുകളിലെന്ത് ചെയ്യും, ചുവട്ടിലെന്ത് ചെയ്യും, ഇരിക്കുന്ന കസേരയുടെ അവസ്ഥ എന്താണ്, വരുന്ന വ്യക്തികൾ മഞ്ഞ കളറുള്ളത് ഇടണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അപ്പോൾ ഈ ചുറ്റുപാടുകളെ നമ്മൾ മഞ്ഞയാക്കണമെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ഗ്ലാസ് നമ്മൾ കണ്ണിൽ വെച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ മഞ്ഞ ഗ്ലാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളെല്ലാം മഞ്ഞയായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. ലോകം നമുക്ക് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല. കാരണം ലോകം എന്ന് പറയുന്നത് ഒരു വലിയ ഫിനോമിനനാണ്. നമ്മൾ ലോകത്തിന് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ ലോകത്തിൽ മാറ്റം വരുത്തണം. ശരിക്ക് ഒരു കാര്യം ഉറപ്പാണ്, വെള്ളം വെള്ളമായിരിക്കുന്നിടത്തോളം അതെവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന പാത്രവുമായിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ വെള്ളം സോളിഡ് ഐസ് ആയാൽ പിന്നെ ആ ഐസിന് പാകത്തിന് കണ്ടെയ്നർ അഡ്ജസ്റ്റ് ചെയ്യണം. വെള്ളം ലിക്വിഡ് ആയിരിക്കുന്നിടത്തോളം വെള്ളം കണ്ടെയ്നറിൽ അഡ്ജസ്റ്റ് ചെയ്യും. വെള്ളം സോളിഡ് ആയാൽ കണ്ടെയ്നർ ഐസിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് തന്നെയാണ് ആദ്യം നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്യുക. നമ്മളങ്ങ് ഉയർന്നു വരുമ്പോൾ ലോകം നമുക്ക് വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ലോകം എന്ന വാക്കിന്റെ അർത്ഥം വേൾഡ് എന്നുള്ളതിനേക്കാൾ ഉപരി ലൗകിക ജനത ജീവിക്കുന്ന സ്ഥലത്തിനെയാണ് ലോകം എന്ന് പറയുക.
അതായത് പീപ്പിൾ വിത്ത് എക്സലന്റ് ലിവിങ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലിവിങ് പീപ്പിൾ വേർസ് ഓ എവർ ദേ ആർ. അതാണ് ലോകം. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്. ഒരു മക്കളെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മകനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മകൻ പഠിക്കുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. മകൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് സ്വയം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർഗുണൈഹി. കാര്യദേഹി അവശകർമ്മ. ഓരോ വ്യക്തിയും he gets entrapped in a system from where he learned to accommodate. Sarva prakriti jayir gunaihi. An individual is getting created from the environment. ഒരു ഡോക്ടറുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടിക്ക് ഡോക്ടർ ആവാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻതൂസിയാസം അത് ചെറുപ്പത്തിലേ ഉണ്ടാവും. രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരാവുന്നത് കണ്ടിട്ടില്ലേ? അത് അച്ഛനും അമ്മയും രാഷ്ട്രീയക്കാരാണ്. എന്തെല്ലാം ചീത്ത കേട്ടാലും, പബ്ലിക്കിൽ നിന്ന് എത്രയെല്ലാം നെഗറ്റീവ് കേട്ടാലും നല്ല തൊലിക്കട്ടി ഉണ്ടാവണം എന്ന് മകൻ പഠിക്കുന്നത് അച്ഛനെയും അമ്മയെയും കണ്ടിട്ടാണ്, കേട്ടിട്ടാണ്, അവരുടെ ബിഹേവിയർ കണ്ടിട്ടാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ചുറ്റുപാടുകൾ ആണ് നമ്മളാക്കുന്നത്. ചുറ്റുപാടുകൾ മാത്രമല്ല നമ്മളാക്കുന്നത്. നമ്മളിലുള്ള ഒരു സത്വഗുണം, ഇൻഹറന്റ് ആയിട്ടുള്ള കുറെ ക്വാളിറ്റി നമ്മളിലുണ്ട്. അത് പോസിറ്റീവായിരിക്കാം, അത് സെമി പോസിറ്റീവായിരിക്കാം, നെഗറ്റീവായിരിക്കാം. ഈ പോസിറ്റീവ് ക്വാളിറ്റിയും വെച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനത ആക്സെപ്റ്റ് ചെയ്യും. സെമി പോസിറ്റീവ് ക്വാളിറ്റിയും കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ കുറേയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. നെഗറ്റീവ് ക്വാളിറ്റിയും കൊണ്ട് ഇറങ്ങിയാൽ നെഗറ്റീവ് ക്വാളിറ്റി ഉള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയണം. ഇപ്പൊ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കണമെന്ന് ഗൈഡ് ചെയ്യാൻ അച്ഛനും അമ്മയും കുറേ കാലം അല്ലെങ്കിൽ കുറച്ചു കാലമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും പിൻവലിയും. അപ്പൊ നമ്മളെ ശരിക്കും ഈ ഭൂമിയിൽ ധന്യമായിട്ട് നിലനിർത്തേണ്ടത് നമ്മളാണ്. എന്നെ നിലനിർത്തേണ്ടത് ഞാനാണ്. ഒരു സന്യാസിയുടെ ധർമ്മം ധന്യമായിട്ട് ചെയ്താലാണ് സന്യാസിയായിട്ട് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ചുറ്റുപാടുകളിലെ ചില സന്യാസിമാര് രാഷ്ട്രീയം പറഞ്ഞ് തനി നെഗറ്റീവായിട്ട് കാവ്യവസ്ത്രം എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അവരെ സന്യാസി എന്നുള്ള നിലയിൽ സമൂഹം സ്വീകരിക്കില്ല. വേറെ രീതിയിൽ വേറെ ആൾക്കാരൊക്കെ സ്വീകരിക്കുമായിരിക്കും. ഒരു സ്ഥലത്ത് ദൈവദശകം വിവരിക്കുമ്പോൾ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച ഒരാൾ പറഞ്ഞു, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന 103 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ധന്യമായ ദൈവദശകത്തിലെ വരി അവിടെ ശരിക്ക് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാരായണ ഗുരുദേവൻ പറയുന്നതെന്ന് പറഞ്ഞു. അത് ശരിയാണോ? അത് അദ്ദേഹം തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുകയുണ്ടായി, നാരായണ ഗുരു എന്നുള്ളതിനെ നിങ്ങളെല്ലാവരും കൂടി ചേർത്ത് കുരുവാക്കിയെന്ന്. ഒരു മിനിറ്റ് പോലും വൈകാതെ സദസ്സിലെ ആൾക്കാര് ഈ സന്യാസിയെ പിടിച്ച് താഴെ ഇറക്കി. എന്താ ഇത് പറയാൻ കാരണം അറിയോ? ആ സന്യാസിയെ സ്വീകരിച്ച് ആനയിച്ച് സ്റ്റേജിൽ കയറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറായ വൻ സമൂഹത്തിന് അദ്ദേഹം പറഞ്ഞത് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നി, ഹരാസ്മെന്റ് പോലെ തോന്നി, നെഗറ്റീവായിട്ട് തോന്നി, ഡീഗ്രേഡിംഗ് ആയിട്ട് തോന്നി, ഡെനിഗ്രേറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ സമൂഹം റിയാക്ട് ചെയ്തു. ഒറ്റ ചോദ്യം, ആ കാവ്യവസ്ത്രം ഉടുത്ത വ്യക്തിക്ക് ആ അവസ്ഥ ഉണ്ടാക്കിയതാരാ? അവനവൻ തന്നെയാ, മുമ്പിലുള്ളവരല്ല. അപ്പോ എന്നെ ഞാനാക്കേണ്ടത് ഞാനാണ്. നമ്മൾ പറയാറില്ലേ, തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും. അതായത് എന്നെ ഞാനാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഏതെങ്കിലും സംഭവം വരുമ്പോൾ അതറിയും. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അറിയാത്ത പിള്ള ചുടുമ്പ അറിയെന്ന് പറയാറില്ലേ? എന്താ കാരണം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നമ്മുടെ എക്സിസ്റ്റൻസും പോസിറ്റീവ് ആക്കിയില്ലെങ്കിൽ ദ വേൾഡ് വിൽ റിയാക്ട് ബാക്ക്.
the world will say negative about you, and the world will not tolerate you, the world will not accommodate you, the world will not adjust you if you do not have the good qualities expected by the world. നിങ്ങൾ എത്ര ബുദ്ധിമാനാണെങ്കിലും സ്വീകരിച്ചൊന്നും വരില്ല, നിങ്ങൾ എത്ര പണ്ഡിതനാണെങ്കിലും സ്വീകരിച്ചൊന്നും വരില്ല, നിങ്ങൾ എത്രത്തോളം ബുദ്ധിജീവിയാണെങ്കിലും സമൂഹം സ്വീകരിക്കില്ല. നിങ്ങളെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ ലോകത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ, അപ്പൊ കൊടുക്കേണ്ടത് ആരാണ്? ഐ, ക്യാപിറ്റൽ ഐ. എല്ലായിടത്തും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഐ എന്നുള്ള ഒരക്ഷരേ ഉള്ളൂ. വി എന്നുള്ളതിന് WE 2 അക്ഷരമുണ്ട്, യു എന്നുള്ളതിന് 3 അക്ഷരമുണ്ട്, ദേ എന്നുള്ളതിന് 4 അക്ഷരമുണ്ട്, ഗ്രൂപ്പ് എന്നുള്ളതിന് 5 അക്ഷരമുണ്ട്, ഫാമിലി എന്നുള്ളതിന് 6 അക്ഷരമുണ്ട്. ഇതില് ഞാൻ ആദ്യം മാറ്റം വരുത്തേണ്ടത്, പോസിറ്റീവിലേക്ക് മാറേണ്ടത്, അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഒരക്ഷരമുള്ള ഐ എന്ന വാക്കിനെയാണ്. ആ ഐ എന്ന വാക്ക് എനിക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മറ്റൊരുവനെ മാറ്റാൻ പറ്റില്ല. ഇഫ് ഐ കനോട്ട് ചേഞ്ച് മൈസെൽഫ്, ഇഫ് ഐ കനോട്ട് ചേഞ്ച് മീ, how can I expect that I will be changing others? How the world can expect that I will be changing others? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വാക്ക്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, I am doing experiment for changing me, then changing the world. The world will automatically change. Without ourselves, the world will exist. ഞാനില്ലെങ്കിലും ഈ ലോകമുണ്ട്, പക്ഷെ ലോകം ഇല്ലെങ്കിൽ ഞാനില്ല. ഈ സർവചരാചരങ്ങളും ഞാനില്ലെങ്കിലുമുണ്ട്, പക്ഷേ ഈ ചരാചരങ്ങളില്ലെങ്കിൽ ഞാനില്ല. അപ്പൊ ഞാൻ എന്നുള്ളത് ലോകത്തിന് ഇന്നവിറ്റബിൾ അല്ല, ലോകം എന്നുള്ളത് എനിക്ക് ഇന്നവിറ്റബിൾ ആണ്. അതുകൊണ്ട് എന്നെ മാറ്റേണ്ടതും എന്നെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടതും, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണോ മറ്റുള്ളവരിൽ നിന്ന്, ആ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ലഭ്യമാക്കേണ്ടതും ഞാനാണ്. മറ്റുള്ളവർ ഒരു പക്ഷെ റെക്കമെൻഡ് ചെയ്യുമായിരിക്കാം, മറ്റുള്ളവർ ഒരു പക്ഷെ അഭിനന്ദിക്കുമായിരിക്കാം. ദേ മേ ബി എൻകറേജിങ് യു, ബ്ലസ്സിങ് യു, ഗൈഡിങ് യു, മോട്ടിവേറ്റിംഗ് യു, കൺസോളിങ് യു, ഡയറക്റ്റിംഗ് യു, ഗൈഡിങ് യു, ബട്ട് ദേ വിൽ നോട്ട് ഡു വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ബി ഡൺ, വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. ഒരു ചെടിക്ക് വെള്ളവും വളവും എല്ലാം നമ്മൾ കൊടുക്കും. പൂക്കേണ്ടത്, കായ്ക്കേണ്ടത്, കായ വലുതാക്കേണ്ടത് ഇതൊക്കെ ചെടിയാണ് ചെയ്യേണ്ടത്. വി ക്യാൻ ഓൺലി സപ്പോർട്ട്. നമ്മുടെ മക്കളെയും നമുക്ക് വളർത്താം, ജീവിതം പഠിക്കാൻ ഗൈഡ് ചെയ്യാം. പക്ഷേ ജീവിതം പഠിക്കേണ്ടതും ജീവിക്കേണ്ടതും അവനവൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകത്തിലെ ഒരു ജന്തുവിനും ഭക്ഷണം കഴിക്കേണ്ടത് ജനറലി പഠിപ്പിക്കാറില്ല, മനുഷ്യന് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ഈ ലോകത്തിലെ ഒരു ജന്തുവിനും സെക്സ് ആരും പഠിപ്പിക്കാറില്ല, സെക്സ് പഠിപ്പിക്കാറില്ല, തന്നെയാണ് അവർ പഠിക്കുന്നത്. ഇപ്പൊ യൂട്യൂബും വീഡിയോ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആവാം, പണ്ടതില്ലല്ലോ, തന്നെയല്ലേ ചെയ്യുക. അത് മനുഷ്യനല്ലേ പറ്റുള്ളൂ, മൃഗങ്ങൾക്ക് അതില്ലല്ലോ, തന്നെയല്ലേ അത്. അപ്പൊ നമ്മളിൽ തന്നെ ഉള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അത് എൻറിച്ച് ചെയ്യുക. Education is the manifestation of the knowledge which is already present in you എന്ന ഒരു സന്ദേശം വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നു, നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു എങ്കിൽ നമ്മളിലുള്ള പെർഫെക്ഷൻ അല്ലെങ്കിൽ നമ്മളിലുള്ള അവയർനെസ്സിനെയും കോൺഷ്യസ്നെസ്സിനെയും കുറെ കൂടി പെർഫെക്റ്റ് ആക്കാനാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മളെ കുറെ കൂടി പെർഫെക്റ്റ് ആക്കാനാണ്. അപ്പൊ നമ്മളുടെ നമ്മളോടും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും അധ്യാപികയും അധ്യാപകരും എല്ലാം മനസ്സിലാക്കാനുള്ളത്, എലിവേറ്റ് യുവർ സെൽഫ്, ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ടത് അവനവനാണ്. ഉദ്ധരേത് ആത്മനാത്മാനം ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. എന്നെ ഉയർത്തേണ്ടത് ഞാനാണ്, എൻ്റെ മക്കളെ ഉയർത്തേണ്ടത് ഞാനാണ്. സപ്പോർട്ട് ഒരുപക്ഷെ പുറത്തുനിന്ന് പലരും കൊടുത്തു എന്ന് വരും, പക്ഷെ ഉയർത്തേണ്ടതും വളരേണ്ടതും വളർത്തേണ്ടതും അവനവൻ തന്നെയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി വളവും വെള്ളവും എല്ലാം പുറത്തുനിന്ന് കിട്ടിയെന്ന് വരും, കൊടുത്തു എന്ന് വരും. വളരേണ്ടത് ചെടിയാണ്. സൂര്യപ്രകാശം എടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസിലൂടെ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ
ഗ്ലൂക്കോസ് ഉണ്ടാക്കി, സൂക്രോസ് ഉണ്ടാക്കി, സെല്ലുലോസ് ഉണ്ടാക്കിയിട്ട് ഇലയും പൂവും കായും അതുപോലെ പഴവും തണ്ടും തൊലിയും വേരും ഉണ്ടാക്കേണ്ട ദൗത്യം ചെടിയുടേതാണ്. ഇത് തന്നെയാ മനുഷ്യന്റെയും. അതുകൊണ്ട് അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. തളർന്നിരുന്നാൽ തളർന്നിരിക്കേ ഉള്ളൂ. ഇന്നലെ ഒരാൾ പാലക്കാടിൽ നിന്ന് വന്നിട്ട്, ഇതേപോലെ ഞാൻ MBA പഠിച്ച് ജോലി ചെയ്ത ആളാണ്. എൻ്റെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഇപ്പൊ ഇത്രയും കാലം ആ വീട്ടിലെല്ലാവരും ചേർന്ന് അയാളെ ഒറ്റപ്പെടുത്തിയില്ല. അയാൾക്കൊരു തോന്നല, സ്വയം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുമ്പോ എല്ലാവരും സ്നേഹിച്ചിരുന്നവർ സ്നേഹിക്കുന്നത് പോലും സ്വാർത്ഥതയ്ക്കാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ നീല കണ്ണട വെച്ച് ചുറ്റും നീലയാണെന്ന് പറഞ്ഞ് ഞാൻ കരയുന്നു. ഞാൻ കണ്ണടച്ചിരുന്നിട്ട് പുറത്തൊക്കെ ഇരുട്ടാണെന്ന് ഞാൻ പറയുന്നു. ഞാൻ താഴ്ന്ന എനിക്ക് ബഹുമാനമില്ലാതെ ആവുമ്പോൾ ഞാൻ പറയുന്നു മറ്റുള്ളവർക്ക് എന്നെ ബഹുമാനം ഇല്ലാന്ന്. എനിക്ക് മറ്റുള്ളവരോട് നിർദ്ദേശിക്കാനും അഭിപ്രായം ചോദിക്കാനും ചർച്ച ചെയ്യാനുള്ള ഗട്സ് ഇല്ലാതെ വരുമ്പോ ഞാൻ തന്നെത്താനെ വിചാരിക്കുന്നു അവരെന്നെ അവഹേളിക്കുന്നു, എന്നെ ഇടിച്ചു താഴ്ത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എൻ്റെ ആത്മാഭിമാനവും എൻ്റെ ആത്മവിശ്വാസവും അതാണ് എന്നെ ഞാനാക്കേണ്ടത്. എൻ്റെ മനസ്സിലേക്ക് കറക്റ്റ് കാലയളവില് കറക്റ്റ് അതാത് കാലത്ത് ത്രൂ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്ങിലൂടെ അകത്തേക്ക് കൊടുത്ത ഇൻപുട്ടാണ് എന്നെ ഞാനാക്കുന്നത്. ജനറലി ഞാൻ കേട്ടത്, ഞാൻ കണ്ടത്, ഞാൻ ചർച്ച ചെയ്തത്, ഞാൻ ചിന്തിച്ചത്, ഇതാണ് എന്നെ ഞാനാക്കുന്നത്, ഞാനാക്കേണ്ടത്. പിന്നെ കുറച്ച് അകത്ത് നിന്നുള്ള ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, അകത്ത് നിന്നുള്ള ചങ്കൂറ്റം, സാഹസം, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ജന്മനാലുള്ള സ്വഭാവം, ധൈര്യം, ധീരത ഉള്ളിൽ നിന്ന് തന്നെത്താനെ വരുന്നത്, ബുദ്ധി, ശക്തി, പരാക്രമം, വിസ്ഡം, മസിൽ പവറും മെന്റൽ പവറും, പരാക്രമം, ഏത് എതിർപ്പിനെയും ചങ്കൂറ്റത്തോടുകൂടി അടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള സ്വതസിദ്ധമായ കഴിവ്, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഇത് പുറത്തുനിന്ന് കിട്ടണമെന്നില്ല, പുറത്തു നിന്നും കിട്ടാം. അകത്ത് നിന്ന് വരാനാണ് കൂടുതൽ എളുപ്പം. അകത്തുള്ളതിനെ ഉയർത്താനും ഉണർത്താനും സാധിക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. ഈ 6 ഉണ്ടെങ്കിലേ ദൈവാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ 6 ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണ തെറ്റാം. ഈ 6 ഉണ്ടെങ്കിലേ ദൈവാനുഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദ്ധരേതാത്മനാത്മാനം, എന്നെ വളർത്തേണ്ടത് ഞാനാണ്, കരയാതിരിക്കേണ്ടത് ഞാനാണ്, അപകർഷതയുണ്ടാകാതിരിക്കേണ്ടത് എൻ്റെ സ്വയം ഉത്തരവാദിത്വമാണ്. നെഗറ്റീവുകൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, അത് ഉറപ്പാണ്. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രമേ വരുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കണം. എന്നെ ഞാൻ ഉയർത്തുമ്പോൾ സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, 2 ബിന്ദുവാണ് ജീവിതത്തിലുള്ളത്. ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം, അതു ജീവിതം. അതാണ് ജീവിതം. അല്ലാതെ സുഖം മാത്രമായിട്ട് ജഗദീശ്വരൻ ആർക്കും കൊടുത്തിട്ടില്ല, പ്രകൃതിയും ആർക്കും കൊടുക്കില്ല. ദുഃഖം മാത്രമായിട്ടും ലോകത്തിൽ ആരും കൊടുക്കില്ല. ഇറ്റ് ഈസ് എ മിക്സ്ചർ. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്. പലപ്പോഴും ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ 2 സോറോസ്. 2 ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ലാണ് സന്തോഷം എന്ന് പറയുന്നത്. ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ യൂസ്ലെസ് ആണെന്ന് ധരിച്ചാൽ നമ്മൾ യൂസ്ലെസ് തന്നെയാണ്. പക്ഷെ നമ്മൾ യൂസ്ഡ് ലെസ് ആണെന്ന് വിചാരിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് മേക്ക് അവർ സെൽഫ് യൂസ്ഫുൾ ഫോർ അതേഴ്സ്. ഇടിച്ചു കയറി ലോകത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഉദ്ധരേതാത്മനാത്മാനം. ഹനുമാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കാരണം എല്ലാവരും കൂടി എൻകറേജ് ചെയ്തു. പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തി ഹനുമാന്റേതായിരുന്നു. മറ്റുള്ളവർ എൻകറേജ് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്തു, അനുഗ്രഹിച്ചു, ഒക്കെ ശരിയാണ്. ഈ ലോകത്തില് എന്നെ ഞാനാക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഒരു സിനിമയുണ്ട്, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. ചിരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ് ഞാൻ. ആ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചാൽ പറ്റില്ല, പറ്റുമെന്ന് ഉറപ്പിച്ചാൽ പറ്റും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ യുവാക്കളോടും ഞാൻ പറയുന്നു,
നിങ്ങൾ തളർന്നാൽ ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ വളർന്നാൽ ഉത്തരവാദി നിങ്ങളാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയാറുണ്ട്, പരാജയത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാം, വിജയത്തിന്റെ ഉത്തരവാദിത്വം സഹപ്രവർത്തകർക്ക് കൊടുക്കുക. അത് വലിയൊരു ചങ്കൂറ്റമാണ്. അവിടെയാണ് നമ്മളുടെ മഹത്വം. ശരിക്കും വെള്ളം മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഒഴുകുക. ചൂട് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് ഫ്ലോ ചെയ്യുക. അറിവ് അത് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക്, അല്ലെങ്കിൽ കൂടുതലുള്ളവരിൽ നിന്ന് കുറവുള്ളവരിലേക്കാണ് അറിവ് ഫ്ലോ ചെയ്യുക. ഹീറ്റ് വിൽ ബി ഫ്ലോയിങ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. Knowledge will be flowing from higher level to lower level. Water will also be flowing from higher level to lower level. Confidence also will be flowing from higher level to lower level. ചിലരൊക്കെ ബൈ ബർത്ത് ലീഡേഴ്സ് ആണ്, ചിലരൊക്കെ ബൈ ആക്ഷൻ ലീഡേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ലീഡർ ആവണമെങ്കിൽ ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ ഉയർത്തണം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ അഭിമുഖീകരിക്കണം. പ്രോബ്ലംസ് വിൽ കം, പ്രോബ്ലംസ് വിൽ ഗോ. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. യു ആർ എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് omnipotent, omnipresent divine power. ആക്ട് ആസ് എ പെർഫെക്റ്റ് ടൂൾ. ഒരു ഉപകരണമാണ്. ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. Whatever may be coming, whatever things are coming to you, remember that will not stand there, it will go. Permanently happiness illa, permanently sorrow illa. If there is a beginning for anything, there is an end for that thing. ആരംഭമുള്ള ഏത് സുഖത്തിനും അവസാനമുണ്ട്, ആരംഭമുള്ള ഏത് സന്തോഷത്തിനും അവസാനമുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ഉദ്ധരേത് ആത്മനാത്മാനം, അവനവൻ ഉയർത്തുക. ന ആത്മാനം അവസാദയേത്. രണ്ടാമത്തെ വരിയാണ് 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലെ 2-ാമത്തെ പാർട്ട്. 4 ഭാഗമാണുള്ളത്. ന ആത്മാനം അവസാദയേത്. നെവർ ഡെനിഗ്രേറ്റ് യുവർ സെൽഫ്, നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ്, നെവർ ബിലിറ്റിൽ യുവർ സെൽഫ്, നെവർ മേക്ക് ഫൺ ഓഫ് യുവർ സെൽഫ്. പണ്ട് കേരളീയരിൽ എപ്പോഴും കണ്ടിരുന്നു, എനിക്ക് പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അത്ര കേമനൊന്നുമല്ല. ഇത് എളിമയുടെ ലക്ഷണമല്ല, ഇത് അപകർഷതയുടെ മറ്റൊരു രൂപമാണ്. ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ മറ്റൊരു രൂപമാണ്. സിംപ്ലിസിറ്റിയിൽ റയർലി ചിലരങ്ങനെ പറയാറുണ്ട്, ഹ്യൂമിലിറ്റി കൊണ്ട് പറയാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ വിചാരിക്കുന്ന മാതിരി ബുദ്ധിമാനല്ല. എന്തിനങ്ങനെ പറയാൻ പോണത്? അയാൾ എന്താ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അത്ര കഴിവൊന്നുമുള്ളവനല്ല, ഞാൻ അത്ര വിദ്യാഭ്യാസമുള്ളവനല്ല, ഞാൻ അത്ര നോളജ് ഉള്ളവനല്ല, ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, ഞാൻ അത്ര സ്മാർട്ട് അല്ല. വൈ ഷുഡ് വി സേ ലൈക്ക് ദാറ്റ്? Did anybody ask us or you a question like, are you efficient? Are you effective? Are you wise? Are you having the capacity to handle the situation? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ചോദിക്കാതെ തന്നെത്താനെ കയറി ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, ഞാൻ അത്ര വിശ്വസ്തനല്ല, അത്ര ആത്മവിശ്വാസമുള്ളവനല്ല, ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു. വാട്ട് ഡസ് ഇറ്റ് ഷോ? എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് മറ്റാര് പറയുന്നതിനേക്കാളും പറയേണ്ടത് ആരാ? ഞാൻ തന്നെയല്ലേ പറയേണ്ടത്. ഞാൻ മോശമാണ്, ഞാൻ നല്ലവനല്ല, ഞാൻ അത്ര കഴിവുള്ളവനല്ല, കഴിവ് കെട്ടവനാണ്, എനിക്ക് ധാരാളം പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കാ ഉണ്ടാവാത്തത്? ഈ ലോകത്തിൽ എല്ലാവരും എല്ലാ വിഷയത്തിലും കഴിവുള്ളവരാണോ? ഏത് പ്രവൃത്തിയിലും ധീരതയുള്ളവരാണോ? ഏത് വിഷയവും എല്ലാ വിഷയവും അറിയുന്നവരാണോ? അല്ലല്ലോ. അപ്പം പിന്നെ വൈ ഷുഡ് വി ഡിനിഗ്രേറ്റ് അവേഴ്സെൽഫ്? നമ്മളെന്തിനാ ഇടിച്ച് താഴ്ത്തുന്നേ? ധാരാളം പേര് തെറി പറയുന്നവരുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ചുവട്ടിലൊക്കെ മരമണ്ടൻ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാ എന്നെ പറയുന്നേ അറിയാമോ നിങ്ങൾക്ക്? ഈ വയസ്സുകാലത്ത് വെറുതെ ഇരുന്നൂടെ? ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ എൻ്റെ യൂട്യൂബ് കാണുന്നത്? ഞാൻ നിങ്ങളെ ക്ഷണിച്ചില്ലല്ലോ. നിങ്ങൾ കമന്റ് എഴുതിയത് കൊണ്ടൊക്കെ തൊലിക്കട്ടിയുള്ളത് കൊണ്ട് അതിലൊന്നും ഞാൻ വിറയ്ക്കുന്ന ആളല്ല, വേർക്കുന്ന ആളുമല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ തിരിച്ചു പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് താഴേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, കേൾക്കുന്നത് കണ്ട് തളരരുത്, കാണുന്നത് കണ്ട് തളരരുത്, ചർച്ച ചെയ്യുമ്പോഴും തളരരുത്, ചിന്തിക്കുമ്പോഴും തളരരുത്. തളരാം. എത്ര വരെ? കുറച്ച് നേരത്തേക്ക്. നമ്മൾ പറയാറില്ലേ, നമ്മൾ ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്സ്. കുറച്ച് നേരത്തേക്ക് നമ്മളതിൽ ട്രാപ്പഡായി പോയി എന്ന് വരും. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നേക്കണം. ഡെൽറ്റ എക്സ് മാനേജ്മെന്റ് 10 മണിക്ക്
നമുക്ക് ഒരു തളർച്ച വന്നു, നമ്മളെ തെറി പറയുന്ന, ചീത്ത പറയുന്ന, വിമർശിക്കുന്ന, അധിക്ഷേപിക്കുന്ന, എതിർക്കുന്ന വാക്കുകൾ, വരികൾ കേട്ടപ്പോൾ 10 മണിക്ക് അത് കേട്ടപ്പോൾ ഒരല്പം തളർച്ച. 10:10 നോർമൽ ആയേക്കണം, അല്ലെങ്കിൽ 10:05 നോർമൽ ആയേക്കണം. വിത്തിൻ 10 minutes, വിത്തിൻ 5 minutes വി ഷുഡ് ബിക്കം ദ പെർഫെക്റ്റ്ലി നോർമൽ പേഴ്സൺ. അതുകൊണ്ട് ആത്മാനം അവസാദയേത്, നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ്. ഒരിക്കലും അവനവനെ ഇടിച്ചു താഴ്ത്തരുത്. നെവർ ബിലിറ്റിൽ യുവർ സെൽഫ്. അവനവനെ ചെറുതാക്കി കാണരുത്. മറ്റൊരുവൻ നമ്മളെ ചെറുതാക്കി കാണാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരിക്കല് കാനഡയിൽ പോയപ്പോഴത്തേക്ക് അയാളെ മറ്റുള്ളവരെ കാണുക അയാളുടെ 2 കൈയും എൻ്റെ തോളത്തിട്ടു. അവരുടെ കൈ തോളത്തിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അത് അയാൾക്ക് ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അയാൾ എന്നെക്കുറിച്ച് കുറേ നെഗറ്റീവ് പറഞ്ഞു. ഇത് പറയാനും പറഞ്ഞില്ലെങ്കിലും 2 കൈയും തോളത്തിട്ട് സംസാരിക്കരുതെന്ന് മനസ്സിലാക്കേണ്ടത് അയാളാണ്. ഇഷ്ടമുള്ളവനായാലും മുകളിലുള്ളവനായാലും താഴെയുള്ളവനായാലും. So when somebody else can create pain in you, you have got all the privilege to create little bit pain on the reverse. നമ്മളെ ആരെങ്കിലും ഇടിച്ചു താഴ്ത്തിയാൽ, അവഹേളിച്ചാൽ, അപകീർത്തിപ്പെടുത്തിയാൽ കുറേയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ട്. നമ്മൾ ഒരു കാരണവശാലും പരിധിക്കപ്പുറം താഴേണ്ട കാര്യമില്ല. ആക്ട് ചെയ്യേണ്ടിടത്ത് ആക്ട് ചെയ്യുക, റിയാക്ട് ചെയ്യേണ്ടിടത്ത് റിയാക്ട് ചെയ്യുക. ഒരിക്കൽ നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് മറ്റുള്ളവരുടെ പെരുമാറ്റം അടിമുടി വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ റിയാക്ട് ചെയ്യില്ലെന്ന് അറിയുമ്പോഴാണ് പലപ്പോഴും പലരും നിങ്ങളുടെ തോളത്ത് കയറിയിരുന്ന് ചെവി കടിക്കുക എന്നുള്ള മലയാളത്തിലൊരു വാക്കുണ്ട്. ഇപ്പോ ഉദ്ധരേത് ആത്മനാത്മാനം, അവനവൻ ഉദ്ധരിക്കുക. ന ആത്മാനം അവസാദയേത്, അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുക, ഇടിച്ച് താഴ്ത്താതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എന്നെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ ധന്യമാക്കേണ്ട ഉത്തരവാദിത്വം മറ്റുള്ളവരെക്കാൾ എനിക്കാണുള്ളത്. ഐ ഗൈഡ് മൈസെൽഫ്, ഐ കൺട്രോൾ മൈസെൽഫ്, ഐ മോട്ടിവേറ്റ് മൈസെൽഫ്. പ്രൊഫസർ എറിക് ബേണിന്റെ ഭാഷയിൽ സ്ട്രോക്ക് ബാങ്ക് ഉണ്ടെന്നാ പറയാ. നമുക്ക് തന്നെ നമ്മളെ എനർജൈസ് ചെയ്യാനുള്ള സ്ട്രോക്ക് ബാങ്ക്. നമ്മളിൽ തന്നെ ഒരു ചൈൽഡ് ഉണ്ട്, നമ്മളിൽ തന്നെ ഒരു യൂത്ത് ഉണ്ട്, നമ്മളിൽ തന്നെ ഒരു പാരന്റ് ഉണ്ട്. പ്രൊഫസർ എറിക് ബേണിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസിലെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ ചൈൽഡ്, നമ്മളിലുള്ള ചൈൽഡ് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നു, മോട്ടിവേഷൻ പ്രതീക്ഷിക്കുന്നു, എൻകറേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു, ബ്ലസ്സിംഗ് പ്രതീക്ഷിക്കുന്നു, ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നു. നമ്മളിലുള്ള ചൈൽഡ് മറ്റുള്ളവരിൽ നിന്ന് ടു സം എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് ഓക്കെ വെൻ യു ഗ്രോ അപ്പ്. പിന്നെ നമ്മളിലുള്ള യൂത്താണ് പ്രവർത്തിക്കേണ്ടത്. ചോദ്യം ചെയ്യാനും വെട്ടിപ്പിടിക്കാനുമൊക്കെ ശ്രമിക്കുന്ന ആ ചങ്കൂറ്റം, ഏതൊന്നിനെയും നെഗറ്റീവാണെങ്കിൽ തട്ടിത്തെറിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള ആ ചങ്കൂറ്റം, അത് യൂത്തിൻ്റെയാണ്. ചോദ്യം ചെയ്യണം, കൺസ്ട്രക്റ്റീവായിട്ട് ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവേണ്ടത് യൂത്തിനാണ്. പിന്നെ നമ്മളിലൊരു പാരന്റ് ഉണ്ട്, നമ്മളാക്കി കൺസോൾ ചെയ്യുന്ന, നമ്മളെ ഉയർത്തേണ്ടത് നമ്മളിലുള്ള ചൈൽഡ്, നമ്മളിലുള്ള യൂത്തും നമ്മളിലുള്ള പാരന്റുമാണ് നമ്മളെ ഉയർത്തേണ്ടത്. മൂന്നും വേണം, മൂന്നും പ്രൊപ്പോർഷനേറ്റ്ലി വേണം. സമയവും സന്ദർഭവും അനുസരിച്ചിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ മാറണം. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മളുടെ ബന്ധു നമ്മളായില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും ഈ ലോകത്തില്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ എത്ര പേർക്കെതിരെ എന്തൊക്കെയാണ് വരുന്നത്, ആരെയൊക്കെ അവഹേളിക്കുന്നത്? ഇന്ന് പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടനുമായി ബന്ധപ്പെട്ട ഒരു ആനക്കൊമ്പ് കേസിൽ ഒരു കമന്റുകളുണ്ട്. ഇതെല്ലാം ആ പ്രസിദ്ധനായ കോടിക്കണക്കിന് ഫാൻസ് ഉള്ള ആ സിനിമാ നടനെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. നേതാവാണെങ്കിൽ കേൾക്കേണ്ടതെല്ലാം കേട്ടേ പറ്റുള്ളൂ. നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ കേൾക്കുന്നത് ഏത് ലെവലിലാന്ന് നോക്കുക. പക്ഷെ അങ്ങനെ കേൾക്കാത്തവരുണ്ട്. കാരണം
നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ, സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഈഗോ ഇല്ലാതെയാണെങ്കിൽ, സൊസൈറ്റിക്ക് ജീവിതം തന്നെ മാതൃകയായിട്ടുള്ള വ്യക്തി പ്രതികരിക്കുകയാണെങ്കിൽ, മാർഗനിർദ്ദേശം സൊസൈറ്റിക്ക് ആവശ്യമുള്ള ലെവലിൽ ആവശ്യമുള്ളതുപോലെ സ്വന്തം ജീവിതത്തിൽ പകർത്തി കൊടുക്കുകയാണെങ്കിൽ സമൂഹം നമ്മളെ ട്രോൾ ചെയ്യില്ല, സമൂഹം നമ്മളെ അപകീർത്തിപ്പെടുത്തില്ല, എതിർക്കില്ല, പോട്ടെ നല്ല മനുഷ്യനാണെന്ന് പറയും. അതുകൊണ്ട് നമ്മളുടെ ബന്ധു നമ്മളാണ്. ഒസാമയെ ഒസാമയാക്കിയത് ഒസാമയാണ്, ഒബാമയെ ഒബാമയാക്കിയത് ഒബാമയാണ്. ഫസ്റ്റ് ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്, അതാണ് ഒബാമ. അദ്ദേഹത്തിനെ അദ്ദേഹമാക്കിയത് അദ്ദേഹമാണ്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും. ഒരു ദിവസം ഓവർകോട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് നേരെ അതിൻ്റെ മുമ്പിലുള്ള പാർക്കിലൂടെ നടക്കുകയും, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അത് ഏതാണ്ട് 6 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. 60 ലക്ഷം പേര് യൂട്യൂബിൽ കണ്ടു. ജനങ്ങൾ ഷോക്കടിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് റോട്ടിൽ കൂടെ കൂളായിട്ട് നടക്കുന്നതായിട്ട് അമേരിക്കയിൽ വാഷിങ്ടണിൽ വൈറ്റ് ഹൗസിന് മുമ്പിലുള്ള പാർക്കിലൂടെ നടക്കാം. ആ ഒബാമയെ ഒബാമയാക്കിയത് ഒബാമയാണ്, വേറെ ആരുമല്ല. എത്രയോ കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിലുണ്ട്, അവരാരും അമേരിക്കൻ പ്രസിഡന്റ് ആയില്ലല്ലോ. എങ്ങനെ ഇങ്ങനെ മാത്രമായത്? ഒസാമയെ ഒസാമയാക്കിയത് അദ്ദേഹമാണ്. ഇങ്ങനെയാ അദ്ദേഹം തന്നെ ടെററിസ്റ്റ് ആയത്. ഏതായാലും ജനിച്ചപ്പോൾ ഒരാൾ പ്രസിഡന്റും ആയിരുന്നില്ല, മറ്റേ ആള് ടെററിസ്റ്റും ആയിരുന്നില്ല. മനസ്സിലാക്കിയിടത്തോളം ഒന്നെനിക്ക് ഉറപ്പാണ്, ഒബാമയുടെ വീട്ടുകാരും അമേരിക്കയിലെ ഭരണകൂടത്തിൽ കാര്യമായിട്ടുള്ള റോള് ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കിയിടത്തോളം ഒസാമയുടെ വീട്ടുകാരും കാര്യമായിട്ട് ടെററിസ്റ്റും ആയിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ രണ്ടുപേരും അത് ആയിത്തീർന്നതാണ്. മഹാകവി ഉള്ളൂര് മഹാകവി ആയിത്തീർന്നതാണ്. കുമാരനാശാൻ ആയിത്തീർന്നതാണ്. വയൽവാരത്തിലെ നാരായണ ഗുരുദേവൻ നാണു നാരായണ ഗുരു ആയിത്തീർന്നതാണ്. ചട്ടമ്പി സ്വാമികൾ ആയിത്തീർന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ മുഖ്യമന്ത്രിയെ പോലെ അവരായിത്തീർന്നതാണ്. അവരുടെ വീട്ടുകാർ പണ്ട് മുഖ്യമന്ത്രി ആയിരുന്നില്ല, പ്രധാനമന്ത്രിയും ആയിരുന്നില്ല. അപ്പോൾ ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. 13 കുട്ടികളുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റും ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനുമായി ആയിത്തീർന്നതാണ്. അവരായിരുന്നില്ല. ഫ്രം വെയർ ഡിഡ് ദേ സ്റ്റാർട്ട് ദെയർ ജേർണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വെയർ ദേ വാണ്ടഡ് ടു ഗോ ആൻഡ് വെയർ ദേ ഡിഡ് റീച്ച്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എവിടേക്ക് നമ്മൾ പോകുന്നു, പോയ സ്ഥലത്ത് എത്തിയോ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. നമ്മുടെ യാത്ര എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പോവാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയോ, ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണ്. ഇഫ് യു ഡു നോട്ട് നോ വെയർ ടു ഗോ, ഓൾ ദ റോഡ്സ് വിൽ ബി ടേക്കിംഗ് യു ടു ദാറ്റ് പോയിന്റ്. എവിടേക്കാ പോകേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഏത് റോഡിൽ കൂടെ പോയാലും ഒരു കുഴപ്പമില്ല. കാരണം എവിടെ എത്തിയാലും കുഴപ്പമില്ല, എവിടേക്കാ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതല്ല ജീവിതം. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഒരു ഗോളും ഉണ്ടായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു. മറ്റുള്ളവർ എൻകറേജ് ചെയ്തേക്കാം, ഡിസ്കറേജ് ചെയ്തേക്കാം, ഇൻസൾട്ട് ചെയ്തേക്കാം. ഒരു കാര്യം ഉറപ്പാണ്, എന്ത് നിങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു, സെക്കൻഡ് പീപ്പിൾ വിൽ ഒപ്പോസ് യു, തേർഡ് പീപ്പിൾ വിൽ അക്സെപ്റ്റ് യു. ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട്, അത് ഉറപ്പാണ്. കേരളത്തിലാണെങ്കിൽ 100% ഉറപ്പാണ്. ആ സമയത്ത് പലരും ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. ആത്മഹത്യ ചെയ്യലൊക്കെ എളുപ്പമാണ്, ജീവിക്കലല്ലേ ബുദ്ധിമുട്ടുള്ള പാത്തിലേക്ക് ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്നത് ധീരതയൊന്നുമല്ല. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ ബന്ധു നമ്മളാണ്. 189 രൂപ മുടക്കിയിട്ട് CV രാമന് നോബൽ സമ്മാനം കിട്ടുന്ന കണ്ടുപിടുത്തം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഇഫ് യു പീപ്പിൾ വുഡ് ലൈക്ക് ടു ലേൺ ഫിസിക്സ്, കം ടു ഇന്ത്യ, ഐ വിൽ ടീച്ച് യു. അത് ആത്മാഭിമാനാണ്. ഒരുപക്ഷെ അമിതമായ ആത്മാഭിമാനമായിരിക്കാം. ഇംഗ്ലീഷുകാരോട് CV രാമൻ പറഞ്ഞത്, ഫിസിക്സ് പഠിക്കാൻ ഞാൻ കേംബ്രിഡ്ജിലേക്കും ഓക്സ്ഫോർഡിലേക്കും ഹാർവാർഡിലേക്കും എന്ന് വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. 1% ഇൻസ്പിറേഷൻ, 99% പെർസ്പിറേഷൻ എന്ന CV രാമൻ പറഞ്ഞത്.
ആവേശവും അകത്തുള്ള ചങ്കൂറ്റവും 1%. പിന്നെ ഹാർഡ് വർക്കിംഗ്, അത് 99%. 1% ഇൻസ്പിറേഷൻ, 99% പെർസ്പിറേഷൻ. അതാണ് ജീവിതം. മാത്രമല്ല 1000 rupees വർത്ത് എക്യുപ്മെന്റ്, $1 million worth hard work. That makes your paper accepted by international journals to give you Nobel Prize. 1000 രൂപയുടെ ഉപകരണം, $1 million worth hard work. $10 ലക്ഷം കഠിന പ്രയത്നം. അതാണ് നിങ്ങളാക്കുന്നത്. ഇത് ഡോക്ടർ സി വി രാമന്റെ വരിയാണ്. With all confidence and with all conviction, I can say that Indians are equally intelligent. If they have got the will and wish, they can catch anything anywhere under the sun. They can reach anywhere in this globe earth. ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും എത്താൻ ഇന്ത്യക്കാർക്ക് ഒരു കുഴപ്പമില്ല. But the inferiority complex filled in their mind drags them back. അവരിലുള്ള അപകർഷതയാണ് അവരെ പുറകോട്ട് വലിക്കുന്നത്. അവരെന്നുദ്ദേശിച്ചത് ഇന്ത്യക്കാരില്ല. അതാണ് ഡോക്ടർ സി വി രാമന് നോബൽ സമ്മാനം കിട്ടാൻ അദ്ദേഹം പ്രവർത്തിച്ചു. ഒന്നുമില്ലാത്തതിൽ നിന്ന് അതായി മാറി. നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രമൊന്നുമല്ല, അത് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആ മനസ്സിലെ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിലെ ക്രിയാശക്തിയുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം ക്ലാസ് എടുക്കാം. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഉദ്ധരേത് ആത്മനാത്മാനം. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരി, അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അതുപോലെ തന്നെ ആത്മാനം അവസാദയേത്, അവനവനെ ഇടിച്ച് താഴ്ത്താതെ, അപകീർത്തിപ്പെടുത്താതെ, കളിയാക്കാതെ, ഞാൻ യൂസ്ലെസ് ആണെന്ന് പറയാതെ, ഞാൻ കെയർലെസ് ആണെന്ന് പറയാതെ, എനിക്ക് കുറെ കുഴപ്പമുണ്ടെന്ന് സ്വയം പറയുന്നത് ഗ്രേറ്റ് ആണെന്ന് ചിന്തിക്കാതെ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാതെ, എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ ഒരു ചങ്കൂറ്റം ഉണ്ടാവും. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഞാൻ തന്നെയാണ്. എന്നെ തളർത്താതെ തകർക്കാതെ ഇരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ആത്മൈവ രിപുരാത്മന, എൻ്റെ ശത്രു ഞാനാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി നോക്കുക. അവരാണ് പലപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് തടിയൂരാനായിട്ട് പെടുന്ന പാട് എത്രയാ! അഴിമതി കേസിന്റെ പടിപൂരം. സമ്പത്തുണ്ടാക്കാനും പൊസിഷൻ ഉണ്ടാക്കാനും വേണ്ടി കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മയുടെ പരമകാഷ്ഠയില് അവസാനം അവർ ജീവിതം തന്നെ സാധാരണഗതിയിൽ മടുക്കുന്ന വിധത്തിൽ എത്തിച്ചേരുന്നു. ഒരു മന്ത്രിയായിട്ടിരിക്കൽ ജീവിതത്തിന്റെ മാർഗമാണോ ലക്ഷ്യമാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, ശ്രീ നരേന്ദ്രമോദി ഒരിക്കൽ പറയുകയുണ്ടായി, ആരെങ്കിലും ആവലല്ല ജീവിതത്തിന്റെ ലക്ഷ്യം, എന്തെങ്കിലും ആവുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ആവാൻ. ഐ ആം വർക്കിംഗ് നോട്ട് ഫോർ ബിക്കമിങ് സംബഡി ഇൻ ദ വേൾഡ്, ബട്ട് ഐ ആം വർക്കിംഗ് നോട്ട് ഫോർ ബിക്കമിങ് സംബഡി, ബട്ട് ഐ ആം ബിക്കമിങ് സംബഡി ഫോർ വർക്കിംഗ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പ്രവർത്തിക്കുന്നത് ആയിത്തീരാൻ വേണ്ടിയല്ല, ആയിത്തീരുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ആ എഫിഷ്യൻസി, അതാണ് ലോകത്തിൽ ഇമ്പോർട്ടൻ്റ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എഫക്റ്റീവ്നെസ്സാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അതാണ് നമ്മളെ നമ്മളാക്കുന്നത്. എഫക്റ്റീവായിട്ട് ജീവിക്കുക, എഫക്റ്റീവായിട്ട് ജീവിക്കുക. ആത്മൈവ രിപുരാത്മന, നമ്മുടെ ശത്രു നമ്മളാകാതിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന വരികൾ, നമ്മൾ ഉണ്ടാക്കുന്ന വീക്ഷണം. എനിക്കറിയാം, പണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBAക്ക് നല്ല മാർക്ക് മേടിച്ചൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അയാൾ ഒരു പെക്യൂലിയർ ടൈപ്പ് സ്റ്റുഡൻ്റാണ്. അവിടത്തെ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച ആളാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തി, ബീയിങ് ഡിഫറൻറ്റ്. ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു അമേരിക്കക്കാരൻ, വളരെ റയറസ്റ്റായിട്ട് അവിടെ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി നല്ല മാർക്കോടുകൂടി, അസാധാരണ അറിവ് കപ്പാസിറ്റിയോടുകൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നു.
അയാൾ അയാളുടേതായിട്ടുള്ള കൺവിക്ഷനോടുകൂടി കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഗവൺമെന്റ് സമ്മതിച്ചില്ല. അയാൾക്ക് എവിടെ ജോലി കിട്ടിയോ അപ്പോ അവിടെ നിന്ന് അയാളെ ഡിസ്മിസ് ചെയ്യിക്കത്തക്ക വിധത്തിൽ അമേരിക്കയുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രവർത്തിച്ച് തള്ളി. അവസാനം അയാൾ മാപ്പെഴുതി കൊടുത്ത് അമേരിക്ക വിട്ടുപോയിട്ട് ജീവിക്കേണ്ടി വന്നു. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും നിലനിർത്തുന്നതുമായ വാക്കുകളും വീക്ഷണങ്ങളും ഉപദേശങ്ങളും നമുക്ക് തന്നെ പ്രശ്നമാകത്തക്ക വിധത്തിലായിത്തീരരുത്. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത്. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് വാക്കുകള് അനവസരത്തിൽ മാറ്റി പറയുന്നത് ആവശ്യമാണെങ്കിൽ മാറ്റി പറയാം. അത് ലോകത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും വേണം. ഞാൻ മാറാൻ കാരണം എന്താ? ലോകം അംഗീകരിക്കുന്ന രീതിയിൽ ഉള്ള കാരണം കൊണ്ട് വേണം മാറാൻ. അല്ലെങ്കിൽ ലോകം നിങ്ങളെ അവഹേളിക്കും. നമ്മളുടെ ശത്രു നമ്മളാവുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, നമ്മൾ നിലനിർത്തുന്ന വീക്ഷണങ്ങളാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്, ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ നിലനിർത്തുന്ന പല ബോഡി ലാംഗ്വേജും വേർഡ്സും വിഷനും തോട്ട്സും അതൊരു പക്ഷേ നമ്മളെ നമ്മുടെ ശത്രുവാക്കും. അതുകൊണ്ട് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, ഫാക്ച്വലി 4 വാക്കുകൾ വേണം നമ്മുടെ ഉള്ളിലുണ്ടാവാൻ. സത്യസന്ധനാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ സത്യസന്ധനും ധർമ്മബോധമുള്ളവനുമാണെന്ന് എനിക്കും ഈശ്വരനും അറിയാം. അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ സത്യസന്ധനും ധർമ്മബോധമുള്ളവനും പങ്ക്ച്വലുമാണെന്ന് എൻ്റെ ഓഫീസിലെ എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഓഫീസിനകത്തും പുറത്തും ഈശ്വരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈശ്വരനോടും അല്ലാത്തവരോടും പൊതുജനത്തോടും എൻ്റെ നന്മകൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്. ഞാൻ നന്മ നിറഞ്ഞവനാണെങ്കിൽ നന്മ നിറഞ്ഞവനാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. കാലം സത്യം തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാലത്തിനൊത്ത് വെയിറ്റ് ചെയ്യാനൊന്നും ലോകത്തിൽ ആർക്കും നേരെയില്ല. പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാവും അതിന് നേരെയില്ല. ഇന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വേൾഡാണ്. അതുകൊണ്ട് ആത്മൈവ രിപുരാത്മന, നമ്മളുടെ ശത്രു നമ്മൾ ആകാതിരിക്കാൻ ശ്രമിക്കണം. ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തു വിചാരിക്കാം. ഉദ്ധരേതാത്മനാത്മാനം, എന്നെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്. ആത്മനാത്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു എലിവേറ്റ് മൈസെൽഫ്. ആത്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ആത്മാവെന്നുള്ള അർത്ഥമല്ല. ആത്മഹത്യ, ആത്മാനന്ദം, ആത്മാഭിമാനം. എനിക്ക് എന്നോടുള്ള അഭിമാനത്തിനെയാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്. ആത്മാവിനോടുള്ള അഭിമാനമല്ല. ആത്മഹത്യ എന്ന് വെച്ചാൽ ആത്മാവിനെ കൊല്ലലല്ല, ഞാൻ എന്നെ കൊല്ലലാണ് ആത്മഹത്യ. അതുപോലെ തന്നെ ആത്മാനന്ദം, ആത്മവിശ്വാസം, എനിക്ക് എന്നോടുള്ള വിശ്വാസമാണ്, ആത്മാവിനോടുള്ള വിശ്വാസമല്ല. പല സന്യാസിമാരും ഇത് തെറ്റായിട്ട് പറയാറുണ്ട്. ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ഉയർത്തേണ്ടത് ഞാനാണ്. അല്ല, എന്നെ ഉയർത്തേണ്ടത് ഞാനാണ്. ഇവിടെ ആത്മപദം ഉപയോഗിക്കുന്നത് എന്നെ, അവനവനെ. ഇപ്പൊ നമ്മൾ അറിയാനുള്ളത് നമ്മളെ ഉയർത്തേണ്ടതും വളർത്തേണ്ടതും നമ്മളാണ്. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഈ ലോകത്തിൽ. അതുകൊണ്ട് നമ്മൾ, ഞാൻ എന്നുള്ളതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണം. അതാരാണ്? എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ ചേരുന്ന കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബത്തെ ഉദ്ധരിക്കേണ്ടത് ഉദ്ധരേതാത്മനാത്മാനത്തിന്റെ ഭാഗമാണ്. എൻ്റെ കുടുംബാംഗങ്ങളെ ഉയർത്തേണ്ടത്, വളർത്തേണ്ടത്, ഉണർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ അമ്മയെ തിരഞ്ഞെടുക്കാൻ, അച്ഛനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ തീരുമാനിക്കാനും സ്വാതന്ത്ര്യമില്ല. എൻ്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത്, ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തെ ധന്യമാക്കേണ്ടത് ഞാനാണ്. ആ കുടുംബത്തിലെ നെഗറ്റീവുകൾ കണ്ട്, നെഗറ്റീവുകൾ ചർച്ച ചെയ്ത്, നെഗറ്റീവുകൾ തന്നെ വിചാരിച്ച് നമ്മുടെ ജീവിതത്തെ ആക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഓരോ മിനിറ്റും നമ്മുടെ കുടുംബത്തെ ധന്യമാക്കേണ്ടത് ഉദ്ധരേത് ആത്മനാത്മാനം. നമ്മളെ ഉദ്ധരിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ ഉദ്ധരിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കുടുംബത്തെ ഉദ്ധരിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ സംസ്കാരത്തെ ഉദ്ധരിക്കേണ്ടത് നമ്മളാണ്. ഹിന്ദു ധർമ്മം, അതും ബന്ധപ്പെട്ടവർ, അത് സ്നേഹിക്കുന്നവർ, അതുമായിട്ട് ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിക്കണം.
ഹിന്ദുവായിട്ട് നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഹിന്ദുവായി തന്നെ മരിക്കണം ഈ പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടിൽ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ സംസ്കാരം ലോകത്തിലെ 114 സംസ്കാരങ്ങളിൽ ഇന്നും തളരാതെ തകരാതെ വരളാതെ നിൽക്കുന്നൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ അവകാശിയാണ് ഞാൻ. 700 വർഷം വിദേശ മുസ്ലിങ്ങളും 400 വർഷം വിദേശ ക്രിസ്ത്യാനികളും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ടും തകരാത്ത ഭാവരാഗ താളമുള്ള എൻ്റെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ അവകാശിയാണ് ഞാൻ. എൻ്റെ സംസ്കാരത്തെ ഞാൻ ഉപേക്ഷിച്ചില്ല, പക്ഷേ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചില്ല. അത് തിരുത്തുക. എന്നെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്, എൻ്റെ കുടുംബത്തെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്, എൻ്റെ സംസ്കാരത്തെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്, എൻ്റെ സമൂഹത്തെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക്. വേദനിക്കുന്നവനും വിശക്കുന്നവനും അനാഥനും വൃദ്ധനും രോഗികളെയും ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ജഗദീശ്വരൻ എനിക്ക് നെഗറ്റീവുകൾ തന്നിട്ടില്ല എങ്കിൽ നെഗറ്റീവ് കൊടുത്തവരുടെ നെഗറ്റീവ് മാറ്റാൻ ജഗദീശ്വരൻ എനിക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. യ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവ സേവ, മാധവ സേവ. കൊടിമരത്തിന്, സ്വർണ്ണക്കൊടിമരത്തിന് പൈസ കൊടുക്കുന്നതിന് പകരം, വിഭവസമൃദ്ധമായ അന്നദാനത്തിന് പൈസ കൊടുക്കുന്നതിന് പകരം സർക്കാർ അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കാൻ, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ, ഹിന്ദുവിനെ അടിച്ച് തകർക്കാൻ വിശ്വാസമില്ലാത്ത പാർട്ടിക്കാര് അമ്പലത്തിൽ കൈയിട്ട് വാരി ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കാൻ പൈസ ഇടാതിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എവിടെയാണോ നമ്മുടെ പൈസ നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുള്ളത്, അവിടെ എൻ്റെ സമൂഹത്തിനെ ഞാൻ സഹായിക്കണം. അനാഥാലയങ്ങളുണ്ട്, വൃദ്ധസദനങ്ങളുണ്ട്. അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക. സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക. അമൃതാനന്ദമയോട് ഇഷ്ടവും സ്നേഹവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ചെയ്യുന്ന നല്ലതിന്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൂട്ടത്തിൽ ചെയ്യുക. ബ്രഹ്മകുമാരീസിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പരിമിതിയുണ്ട്. ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അത് നല്ല രസമാണ്. അതൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്യണമെന്നില്ല, ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉദ്ധരേത് ആത്മനാത്മാനം. എന്നെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്, എൻ്റെ കുടുംബത്തെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്, എൻ്റെ സമൂഹത്തെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്, എൻ്റെ സംസ്കാരത്തെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്, എൻ്റെ രാഷ്ട്രത്തെ ഉദ്ധരിക്കേണ്ടത് ഞാനാണ്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം. എൻ്റെ കുടുംബത്തെ അവഹേളിക്കാതിരിക്കേണ്ടത് ഞാനാണ്. എൻ്റെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അച്ഛനെയും അമ്മയെയും പുറത്തു ചെന്ന് നെഗറ്റീവ് പറയുന്ന ധാരാളം വ്യക്തികളുണ്ട്. എൻ്റെ ഗതികേടാ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്. അല്ല, ഞാൻ എൻ്റെ ഗതികേടാക്കി മാറ്റിയതാ എൻ്റെ കുടുംബത്തെക്കുറിച്ച്. പ്രകൃതി ഒരാൾക്കും ഗതികേടൊന്നും കൊടുക്കുന്നില്ല. നമ്മളത് ഗതികേടാക്കി മാറ്റുക ഈഗോയുടെ പുറത്ത്. നമ്മൾ അറിയണം നമ്മളുടെ കുഴപ്പം എന്താണെന്ന് ആദ്യം അറിയണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്യും, അതിൻ്റെ ഒരു 10 ഇരട്ടി അങ്ങോട്ട് വേണ്ടി അക്കോമഡേറ്റ് ചെയ്ത് നോക്കുക. എവിടെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും അവിടെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക. somehow I am adjusting with my wife and husband പറയാതിരിക്കുക. not that adjustment is a positive quality, accommodation is the positive quality. ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായിട്ടുള്ള പ്രത്യേകതകളില്ലേ. അവരെൻ്റെ കൂടെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള വ്യക്തിത്വം പൂർണ്ണമായിട്ടും സാക്രിഫൈസ് ചെയ്യണമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ അവഹേളിക്കാതിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നെഗറ്റീവ് പറയാതിരിക്കുക. പരിധിക്ക് അപ്പുറം പോസിറ്റീവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സാജറേറ്റിംഗ് ആയിട്ടുള്ളത് പറയണ്ട. നമ്മുടെ സംസ്കാരത്തെ ധാരാളം പേര്, എനിക്ക് വളരെ യുക്തിവാദികളൊക്കെ നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കുന്നത് കാണാം. മലന്ന് കിടന്ന തുപ്പാണ്. നമ്മുടെ സംസ്കാരത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അങ്ങനെ ലോകത്തിലെ എല്ലാ സംസ്കാരത്തിലും നന്മകളുമുണ്ട്, തിന്മകളുമുണ്ട്. നന്മകൾ മാത്രമുള്ളൊരു സംസ്കാരം ലോകത്തിലുണ്ടോ? തിന്മകൾ മാത്രമുള്ളൊരു സംസ്കാരം ലോകത്തിലുണ്ടോ? തന്നെത്താനെ വിളിച്ചു കൂവ നമ്മുടെ സംസ്കാരത്തിലെ തിന്മകള്, എന്നിട്ട് ഞാൻ ഏതാണ്ട് ഒരു മാർട്ടിയറാണ്, രക്തസാക്ഷിയാണെന്ന് വിളിച്ചു കൂവ, അത് കൈയടിക്കാനായിട്ട് കുറച്ചു പേര് ഉണ്ടാവുക. ഇതെല്ലാ സ്ഥലത്തും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യയെ അവഹേളിക്കുന്നത് അഭിമാനകരമാണെന്നും എൻ്റെ അമ്മ വേശ്യയാണെന്ന് പറയുന്ന തരത്തിലുള്ള കുറെ യുക്തിവാദികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എനിക്ക്
ശവപ്പെട്ടി ഒരുക്കുന്നുണ്ട്, റീത്ത് ഒരുക്കുന്നുണ്ട്. ഇതുമാതിരിയുള്ള പട്ടിയുടെയും പൂച്ചയുടെയും വിലയുള്ള ചിലരെയൊക്കെ കൊന്നിട്ട് റീത്ത് വെച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് അവൻ തന്നെ ആലോചിച്ചാൽ മതി. വെറുതെ പിടിച്ചു കൂവാണ്. നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കാൻ ജന്മമെടുത്ത കുറേ വ്യക്തികളുണ്ട്. ചിരിച്ചു ആടിക്കൊണ്ട് പറയുമ്പോഴത്തേക്കും ഞാനത് നിങ്ങൾക്കൊരു സേവനം ചെയ്യുകയാണെന്നുള്ള ധാരണയാണ്. യു ഷുഡ് നോട്ട് ബി എ പാർട്ടിസിപ്പന്റ് ഫോർ ദാറ്റ്. റിയാക്ട് ചെയ്ത് എതിർക്കാൻ സാധിക്കുമെങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി എതിർക്കുക. നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കരുത്. കുറവുണ്ടാവുമായിരിക്കാം. ഏതിനാ കുറവില്ലാത്തത്? നമ്മുടെ ശരീരത്തിൽ കുറവില്ലേ? നമ്മുടെ കുടലിൻ്റെ അകത്തുള്ളത് എന്താണ്? നമ്മുടെ യൂറിനറി ബ്ലാഡറിലുള്ളത് എന്താണ്? നല്ല സാധനമുള്ളത്. നമ്മുടെ അകത്ത് തന്നെ കുറവില്ലേ? നമ്മൾ പറയുന്ന വാക്കുകളിൽ കുറവുകളില്ലേ? നമ്മൾ നിലനിർത്തുന്ന വീക്ഷണത്തിൽ കുറവുകളില്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റുകൾ വരാറില്ലേ? അതുപോലെ നമ്മുടെ സംസ്കാരത്തിലുണ്ടാവും. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തെ ഇടിച്ചു താർത്തി പറയുന്നത് ഇവരൊക്കെ കൂടുതൽ കാലം നിലനിൽക്കാതിരിക്കാൻ കാരണം എന്താ അറിയാമോ? ഈ കാലചക്രം തിരിയുമ്പോൾ ഇവരൊക്കെ ചെയ്തു കൂട്ടിയ തിന്മകൾ കൊണ്ട് തന്നെ ഇവരില്ലാതെയാകും. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ആലോചിച്ച് നോക്കുക. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉദ്ധരിക്കേണ്ടത് നമ്മളാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളൊക്കെ തന്നെയാണ്. ഏതോ ഒരു മലയാളി എവിടെയോ ഒരു ദർഗയിൽ ബോംബ് വെച്ച് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിടിച്ചത്. ഒരു വ്യക്തിയെ കൊല്ലാൻ ഒരു പോലീസ് IG ഓർഡർ കൊടുത്തിട്ട് 40 വർഷം കഴിഞ്ഞിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. അറിയാതെ തെറ്റുകൾ ചെയ്തിരിക്കും. അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോഴാണ് അതിനെ തെറ്റെന്ന് പറയുന്നത്. അറിയാതെ തെറ്റുകൾ ചെയ്യുന്നതിന് അബദ്ധം എന്നാ പറയുക. തെറ്റ് എന്നുള്ളതിനേക്കാൾ ലൈറ്റ് സാധനമാണത്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, നമ്മളെ നമ്മൾ അവഹേളിക്കാതിരിക്കുക, നമ്മുടെ കുടുംബത്തെ അവഹേളിക്കാതിരിക്കുക, നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കാതിരിക്കുക, നമ്മുടെ സമൂഹത്തെ അവഹേളിക്കാതിരിക്കുക, നമ്മുടെ രാഷ്ട്രത്തെ അവഹേളിക്കാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധു. എന്തു പ്രശ്നമുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത ബന്ധു നമ്മളാണെന്നുള്ളത് പോലെ നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. നമ്മുടെ സംസ്കാരത്തിലുള്ളവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. നമ്മുടെ സമൂഹത്തിലുള്ളവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. നമ്മുടെ രാഷ്ട്രത്തിലുള്ളവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ നമ്മളെ സ്വീകരിക്കില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് യെരുശലേംകാരോ അമേരിക്കക്കാരോ നമ്മളെ സ്വീകരിക്കില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഏതെങ്കിലും ഹിന്ദു രാഷ്ട്രം ലോകത്തിലുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കില്ല. ഈ രാഷ്ട്രത്തിൽ ജനിച്ച് ഈ രാഷ്ട്രത്തിൽ വളർന്ന് ഈ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന 130 കോടി ജനതയും ഈ രാഷ്ട്രത്തെ അവഹേളിക്കുന്ന, ഈ സംസ്കാരത്തെ അവഹേളിക്കുന്ന ഒന്നും ചെയ്യരുത്. കാരണം അവർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഉണ്ടെങ്കിലും ചെയ്യരുത്. ഒരു അമേരിക്കക്കാരൻ, ജർമ്മൻകാരൻ, ജപ്പാൻകാരൻ അവന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അവന്റെ നാടിനെ അവൻ അവഹേളിക്കില്ല. ഭരിക്കുന്നവരോട് യോജിപ്പില്ലായിരിക്കാം, യോജിപ്പുണ്ടായിരിക്കാം, പക്ഷെ അവന്റെ നാടിനെ അവൻ അവഹേളിക്കില്ല. ലോകത്തിലെ ആരും, നമ്മളിൽ പലരും അത് ചെയ്യുന്നുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള ഭാരതമായ സ്ഥിതിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. എന്നാലും കുറേ കഴിയുമ്പോഴത്തേക്കും തിരിച്ചറിയും സ്വന്തം രാഷ്ട്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വിഭാഗം. ആത്മൈവ രിപുരാത്മന. നമ്മളുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്. ഖാലിസ്ഥാനിൽ എത്ര പേരാണ് മരണത്തിന് വിധേയമായതെന്ന് നോക്കാം. എത്ര തീവ്രവാദികളാണ് വെടികൊണ്ട് മരിക്കുന്നത്. മരിക്കാൻ കാരണം എന്ത്? ചെയ്തു കൂട്ടുന്ന കർമ്മത്തിന്റെ തിന്മയുടെ ഫലങ്ങൾ. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ഒറ്റ ശ്ലോകം ഓർമ്മിക്കുക. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ ഉദ്ധരിക്കുക. അവനവന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉദ്ധരിക്കുക. ന ആത്മാനം അവസാദയത്. അവനവനെയും അവനവന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധു. എൻ്റെ അടുത്ത ബന്ധു ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സംസ്കാരത്തിലുള്ളവരും എൻ്റെ സമൂഹത്തിലുള്ളവരും എൻ്റെ രാഷ്ട്രത്തിലുള്ളവരുമാണ്. ഞാൻ ഇവരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവര് തന്നെയാണ് എൻ്റെ ശത്രുക്കളായി തീരുക എന്നുള്ളത് മറക്കാതിരിക്കുക. ഇവര് തന്നെയാണ് എൻ്റെ ശത്രുക്കൾ എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ പ്രോബ്ലം ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മൾ വട്ടം കറങ്ങുന്നു, എന്നിട്ട് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. ജീവിതം പ്രശ്നസങ്കീർണമാക്കുന്നത് നമ്മളാണ്. ജീവിതം പ്രശ്നസങ്കീർണമാക്കുന്നത് നമ്മളാകാതിരിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്.
പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ഇന്ന് ഞാൻ നിങ്ങളോട് വിവരിച്ചത് ഒരു പബ്ലിക് സ്പീച്ച് നടത്തുന്ന സ്പിരിറ്റോടുകൂടി ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയാണ്. മറ്റുള്ളവർക്കും ഇത് എത്തിക്കുക. പ്രണാമം, നമസ്കാരം.